അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ, ഓരോ സൂറത്തുകളിലെയും ആയത്തുകൾ, ഇവയെല്ലാം ഒരൊറ്റ മാലയിൽ കോർത്ത മുത്തുകളെ പോലെയാണ് എന്നാണ് ഖുർആൻ പണ്ഡിതന്മാരുടെയൊക്കെ നിരീക്ഷണം. ഓരോ സൂറത്തുകൾക്കിടയിലുള്ള പൊരുത്തം, ഓരോ സൂറത്തിലെയും ആയത്തുകൾക്കിടയിലുള്ള ചേർച്ചയും പൊരുത്തവും, ഇവയെല്ലാം തനാസുബ് എന്നുള്ള പേരിലാണ്, അല്ലെങ്കിൽ യോജിപ്പ് എന്നുള്ള പേരിലാണ് ഇവർ വിശദീകരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൂറത്തിൽ മുംതഹിന ഇതുവരെ പഠിച്ചിട്ടുള്ള ആയത്തുകൾ ഓരോന്നോരോന്നായി പരിശോധിച്ച് നോക്കിയാൽ, ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കൊരു നിരോധനം ഏർപ്പെടുത്തുന്നു. ആ നിരോധനത്തിൻ്റെ വിശദീകരണങ്ങളാണ് രണ്ടും മൂന്നും ആയത്തുകളിലുള്ളത്. നാലാമത്തെ ആയത്ത് എത്തുമ്പോഴേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഒരു മാതൃക എന്ന് പറഞ്ഞാൽ, അള്ളാഹു ഏൽപ്പിച്ച ഈ ഒരു കൽപ്പന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏർപ്പെടുത്തിയ നിരോധനം എന്ന് പറയുന്നത് മനുഷ്യന് നടപ്പാക്കാൻ പറ്റുന്നതാണ്. അത് നടപ്പാക്കിയതിന് ഉത്തമ ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിശ്വാസികളും എന്ന് പഠിപ്പിക്കുന്നു. പിന്നെ അടുത്ത ആയത്തുകൾ എത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മുറുകെ പിടിക്കുന്ന പാലിക്കുന്നവർക്ക് പിന്നീട് ഭാവിയിൽ ഇളവുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവും, ഗുണങ്ങൾ ഉണ്ടാകും എന്ന് പഠിപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ച ആയത്തുകളൊക്കെയും. ഇനി ഇതൊക്കെ കഴിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട് വിശ്വാസികളും ഇതര മതവിഭാഗങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മാനദണ്ഡം എന്തെന്ന് പഠിപ്പിക്കുകയാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം സമൂഹത്തോട് ഒരു ബഹിഷ്കരണം പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ബറാ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത്, അതായത് ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ, നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്നതിനെയൊക്കെ ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം ഞങ്ങൾ മുക്തരാണ് എന്നൊക്കെ പറഞ്ഞ് ആ വചനം അവസാനിക്കുന്നത് ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദ, അള്ളാഹുവിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ എന്നാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ആളുകൾക്ക്, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ വഴിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതര മതസ്ഥരോടൊക്കെ സ്വീകരിക്കേണ്ട സമീപനമാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തന്ന മാതൃക എന്നുള്ളതാണ് ആ സംശയം. ആ സംശയത്തിൻ്റെ വളരെ കൃത്യമായ ഒരു മാനദണ്ഡമാണ്, പരിഹാരമാണ് ഇനിയുള്ള രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ സഹകരണത്തിൻ്റെയും നിസ്സഹകരണത്തിൻ്റെയും, അല്ലെങ്കിൽ അൽ വലാഉ വൽ ബറാ, ഇതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളതാണ് ഈ ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ. അപ്പോൾ ആയത്ത് തുടങ്ങുന്നത് തന്നെ അള്ളാഹു വിലക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നത് എല്ലാ അവിശ്വാസികളായ ആളുകളോടും ഒരേ സമീപനം സ്വീകരിക്കണം എന്നല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദഹു എന്ന് പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദ്രോഹിച്ച, അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് എറിഞ്ഞോടിച്ചിട്ടുള്ള ഒരു ജനവിഭാഗത്തോടുള്ള സമീപനമാണ്. അത് എല്ലാ മനുഷ്യരോടും, അല്ലെങ്കിൽ എല്ലാ ഇത മതസ്ഥരോടും സ്വീകരിക്കേണ്ടെന്ന സമീപനമല്ല എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ യൻഹാകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല. ഒരു കാര്യം വിശ്വാസികളോട് പറയുമ്പോൾ രണ്ട് രൂപത്തിൽ അതിന് അനുവാദം കൊടുക്കാം. ഒന്ന്, ഇങ്ങനെ ചെയ്യുന്നത് കുഴപ്പമില്ല, അല്ലെങ്കിൽ വിരോധമില്ല എന്ന് പറയുന്നത്, ഇതാണ് ഈ ആയത്തിലെ ശൈലി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ശൈലി. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നത്, അത് പറയാതെ ലാ യൻഹാകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ തടയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്ന് പറയാനുള്ള കാരണം, ഇത് നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ, ഇപ്പോൾ ഒരു അമ്ര നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളത് എല്ലാവരെയും വാരിക്കോരി സഹായിക്കേണ്ട, അല്ലെങ്കിൽ കൊണ്ടു നടക്കേണ്ടുന്ന ഒരു ബാധ്യത നമുക്ക് കടന്നു വരും. അപ്പോൾ അതല്ല ഇവിടെ പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വിരോധമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് എന്ന് കുറിക്കാനാണ് ലാ യൻഹാകുമുല്ലാ എന്ന് അള്ളാഹു പറയുന്നത്. അപ്പോൾ എന്താണ് അള്ളാഹു വിരോധിക്കാത്തത്, അല്ലെങ്കിൽ അള്ളാഹു തടയാത്തത്? ലാ യൻഹാകുമുല്ലാഹു
അനില്ലദീന ലം യുഖാതിലൂക്കും ഫിദ്ദീൻ. ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകൾ. ഖത്തല എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ്. ഖിതാല് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പ്രയോഗിക്കുന്നതാണ്. പക്ഷെ ആ ഓരോ ഭാഷയിൽ ഓരോ ഘടനക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഇവിടെ കാത്തല എന്നാണ്. ഇവിടെ കാത്തല എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് കയറി ആക്രമിക്കുക എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അവരാണ് യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളോട് ഇങ്ങോട്ട് കയറി യുദ്ധം ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങളെ ആക്രമിക്കാത്ത ആളുകൾ എന്നാണ് ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂക്കും ഫിദ്ദീൻ. അപ്പോൾ ഇവിടെ ഈ കലഹങ്ങളൊക്കെയും അതല്ലെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയും എന്തിൻ്റെ പേരിലാണ്? ദീനിൻ്റെ പേരിലാണ്. എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമുമായി കടന്നു വരുന്നു. അത് സ്വാഭാവികമായും അവർക്ക് ദഹിക്കുന്നില്ല. സ്വാഭാവികമായും അതിൻ്റെ പേരിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും എല്ലാം തന്നെ ആട്ടി അകറ്റുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലം യുഖാതിലൂക്കും ഫിദ്ദീനി എന്ന് പറയുന്നത്. ദീനിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും, നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നാടുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യാത്ത ആളുകൾ. അഖ്റജ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരിടത്ത് അള്ളി പിടിച്ച് അല്ലെങ്കിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്നതിനെ പിടിച്ച് വലിച്ച് വേർപ്പെടുത്തി പുറത്തേക്ക് ഇടുന്നതിനാണ് ശരിക്ക് അഖ്റജ എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നാട്, അയാളുടെ വീട്, അയാളുടെ സ്വത്തുവകകൾ എന്ന് പറഞ്ഞാൽ അതിനു മാത്രം ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് അത് ഭീകരമായ കുറ്റമാണ്. അപ്പോൾ ആ ഒരു പ്രയോഗത്തിനെയാണ്, അതിൽ നിന്ന് പറിച്ചു മാറ്റി പുറത്തേക്ക് ഇടുന്നതിനാണ് വല യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും. ദാറ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ദിയാറ് എന്ന് പറയുന്നത്. ആവർത്തിച്ച് കടന്നു വരുന്ന സ്ഥലത്തിനാണ് ദാറ് എന്ന് പറയുക. അതുകൊണ്ടാണ് വീടിന് അത് പ്രയോഗിക്കുന്നത്. അപ്പോൾ ഈ ആയത്തിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെയും സൂചിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, അവരുടെ അടുത്ത് അവരുടെ ഉമ്മ കടന്നു വന്നു. അവരുടെ ഉമ്മയുടെ പേര് ഖുത്തൈല ബിൻത് അബ്ദുൽ ഉസ്സ എന്നായിരുന്നു പേര്. അപ്പോൾ അവർ കടന്നു വന്നു. അവർ മുശ്രിക്കായിരുന്നു എന്ന് മാത്രമല്ല ഖുറൈശികളോട് അഹദിലുള്ള, കരാറിലുള്ള, സഖ്യത്തിലുള്ള വിഭാഗമായിരുന്നു. അങ്ങനെ കടന്നു വന്ന സന്ദർഭത്തിൽ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, എൻ്റെ അടുത്തേക്ക് ഉമ്മ വന്നിട്ടുണ്ട്, അവരെ എനിക്ക് സമ്മാനമൊക്കെ തരാൻ അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റുമായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. ആ അസിലുഹ, എനിക്ക് അവരോട് കുടുംബബന്ധം ചേർക്കുവാൻ പറ്റുമോ? മറ്റൊരു റിവായത്തിൽ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ അവരെ വീട്ടിലേക്ക് കയറ്റിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. വിധി അന്വേഷിച്ചു. വിധി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് കയറ്റിയത് എന്ന് റിവായത്തുകളുണ്ട്. അപ്പോൾ ഏതായാലും ഇവർ റസൂലിനോട് ചോദിച്ചു, ആ അസിലുഹ, അവരോട് കുടുംബബന്ധം ചേർക്കുവാൻ പറ്റുമോ? അപ്പോഴാണ് ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂക്കും ഫിദ്ദീനി വലം യുഖ്രിജൂക്കും മീൻ ദിയാരിക്കും അൻ തബറൂഹും എന്ന് പറയുന്ന ആയത്തിറങ്ങിയത് എന്ന് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് മുൻനിർത്തിയിട്ട് അസ്മാ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നഅം സിലി ഉമ്മക്കി എന്ന് പറഞ്ഞാൽ ഉമ്മയോട് കുടുംബബന്ധം ചേർക്കുക, അവരെ സ്വീകരിക്കുക എന്നുള്ളതാണ്. വേറെ മറ്റു ചില റിവായത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഗോത്രങ്ങളുമായിട്ട്, അറബ് ഗോത്രങ്ങളുമായിട്ട് കരാറിലുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് സ്വീകരിച്ച ആളുകളായിരുന്നു അവർ. അപ്പോൾ ആ വിഭാഗത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് പറയുന്ന റിവായത്തുകളുമുണ്ട്. ഏത് തന്നെയായാലും കൃത്യമായിട്ട് ആയത്ത് പഠിപ്പിക്കുന്നത് എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസികളോട് യുദ്ധം ചെയ്യാത്ത, വിശ്വാസികളെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്ത, അതിനു വേണ്ടി പണിയെടുക്കാത്ത ആളുകൾ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഖ്യകക്ഷികൾ എന്ന് പറയുന്ന ഹുസാ ഗോത്രം, മുസൈന ഗോത്രമൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പോൾ അവരൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി കടന്നു വന്നത്, അതായത് പ്രവാചകത്വം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അതിനോട് വിയോജിപ്പുള്ള ആളുകളൊന്നും ആയിരുന്നില്ല. അപ്പോൾ അവരെ കുറിച്ച് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രയോഗമാണ് അനില്ലദീന ലം യുഖാതിലൂക്കും ഫിദ്ദീനി, ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത ആളുകൾ. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ബിർറ് അൻ തബറൂഹും, അവർക്ക് ബിർറ് ചെയ്യുന്നത് ലാ യൻഹാക്കും എന്നുള്ള ഇടത്തേക്കാണ് മടങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എതിർക്കുന്നില്ല. ബിർറ് എന്നുള്ളത് സാധാരണ നന്മക്ക് പറയുന്ന പേരല്ല. ബിർറ് എന്ന് പറയുന്നത്
ഒരേ രൂപത്തിലുള്ള 3 പദങ്ങളുണ്ട്. ബിർറ്, ബർറ്, ബുർറ് എന്നാണ്. ബർറ് എന്ന് പറഞ്ഞാൽ കരയാണ്, ബുർറ് എന്ന് പറഞ്ഞാൽ ഗോതമ്പാണ്, ബിർറ് എന്ന് പറഞ്ഞാൽ പുണ്യമാണ്, നന്മയാണ്. ഇത് മൂന്നും ചേർന്ന് നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ തവസ്സു എന്നാണ്. എന്ന് പറഞ്ഞാൽ വിശാലത എന്നുള്ളതാണ്. അപ്പോൾ ബർറ് എന്ന് പറഞ്ഞാൽ വിശാലമായ കരക്ക് പറയുന്ന പേരാണ്. അപ്പോൾ ബിർറ് എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ കരയോളം, അല്ലെങ്കിൽ കരയുടെ വലുപ്പത്തിൽ ധാരാളമായിട്ട് നന്മ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ബിർറ് എന്ന് പറയുന്ന പദത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ബിർറ് ചെയ്യുന്നത് കുഴപ്പമില്ല, അല്ലെങ്കിൽ യഥേഷ്ടം അവർക്ക് നന്മ ചെയ്യുന്നതിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ബിർറ് ചെയ്യുന്ന ആളാണ് ബാറ് എന്ന് പറയുക ഭാഷയിൽ. അതിന് 2 ജമ്മുകളുണ്ട്, അബ്രാറ് എന്നുമുണ്ട്, ബററത്ത് എന്നുമുണ്ട്. അപ്പോൾ ഈ അബ്രാറിൻ്റെ പ്രത്യേകത അതിന് ജമ്മു ഖില്ല എന്നാണ്, വളരെ കുറഞ്ഞ ആളുകൾക്ക് വേണ്ടി പ്രയോഗിക്കുന്ന പദമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ഇത് വിശ്വാസികളിലേക്ക് ചേർത്തുകൊണ്ടാണ് അബ്രാറ് എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുള്ളത്. കാരണം വിശ്വാസികൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് തുലോം തുച്ഛമാണ്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ. സ്വർഗത്തിലെ വിശ്വാസികൾ, ഈ അബ്രാറുകൾ, അവർക്ക് എന്താണ് പാനീയമുണ്ട് എന്ന് പറയാം. സൂറത്തുൽ ഇൻസാൻ അല്ലെങ്കിൽ സൂറത്തുൽ ദഹർ 5-ാമത്തെ വചനം. അപ്പോൾ ഈ പദം ഫുള്ള് മനുഷ്യരിലേക്ക് ചേർത്തുകൊണ്ടാണ് അബ്രാർ എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത്. അതേസമയം ബററത്ത് എന്നുള്ളത് ജമ്മു കസ്ര എന്നാണ് പറയാം, ധാരാളമുണ്ട്. അതുകൊണ്ട് അത് മാലാഖമാർ, കാരണം മാലാഖമാർ മൊത്തം എല്ലാ ആളുകളും പുണ്യം ചെയ്യുന്നവരാണ് എന്നുള്ളത് കൊണ്ട് മാലാഖമാരിലേക്ക് ചേർത്ത്, മലായിക്കത്തുകളിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇത് പ്രയോഗിച്ചത്. ബി ഐദി സഫറ കിറാമിം ബററ അബസ, സൂറത്ത് അബസയിൽ 15-16 ആയത്തുകൾ. അപ്പോൾ ഇതാണ് ആ പദത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ യഥേഷ്ടം നന്മ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്നതാണ് അൻതബറൂഹും. പിന്നെ അതിനോട് ചേർത്ത് വതുഖ്സിതു ഇലൈഹിം, അവരുടെ അവകാശങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നതും കുഴപ്പമില്ല. ഖിസ്ത്ത് എന്നുള്ള പദത്തിൻ്റെ ഒരു പ്രത്യേകത, നേരെ ഒരു പദം അതിൻ്റെ മീനിങ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ്ങും ഒരൊറ്റ പദത്തിൽ നിന്നാണ്. അപ്പോൾ ഖസത്ത യഖ്സിത്തു ഖിസ്തൻ എന്ന് പറഞ്ഞാൽ നീതി കാണിച്ചു എന്നാണ്, അതാണ് ഇവിടെയുള്ളത്. അതേസമയം ഖസത്ത യഖ്സുത്തു ഖസ്തൻ അല്ലെങ്കിൽ ഖുസൂത്തൻ എന്ന് പറഞ്ഞാൽ അനീതി കാണിച്ചു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ 2 അർത്ഥങ്ങളിലും ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. ആദ്യത്തെ അർത്ഥത്തിലാണ് ഈ ആയത്തിലുള്ളത്. 2-ാമത്തെ അർത്ഥത്തിൽ വമ്മൽ ഖാസിതൂന ഫകാനൂ ലി ജഹന്നമ ഹതബ, സൂറത്തുൽ അൽ ജിന്ന് 15-ാമത്തെ ആയത്ത്. അപ്പോൾ ഖിസ്ത് എന്ന് പറഞ്ഞാൽ നീതിയെ കുറിക്കുന്ന പദമാണ്. പക്ഷെ അതേസമയം ഇത് വിശുദ്ധ ഖുർആൻ തൂക്കത്തിൻ്റെ കൂടെയൊക്കെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അത് പ്രയോഗിക്കാനുള്ള കാരണം ഓരോരുത്തർക്കും അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായി തൂക്കിക്കൊടുക്കുക, അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായി നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഖിസ്ത് എന്നുള്ള നീതിയുടെ താല്പര്യം. വഇൻ ഹകംത ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്, സൂറത്തുൽ മാഇദ 42. അപ്പം നീ വിധിയുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് അത് ഓരോരുത്തർക്കും അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായിരിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഖിസ്ത് എന്നുള്ള പദത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ നിന്ന് ഭിന്നമാണ് അദ്ല് എന്നുള്ള പദം. അദ്ലും നീതിയാണ്, ഖിസ്തും നീതിയാണ്. ഖിസ്ത് ഓരോരുത്തരുടെയും അവകാശം പൂർണ്ണമായി നൽകുന്നതാണ്. അദ്ല് എന്ന് പറയുന്നത് അതിൽ തുല്യതയാണ് അതിൻ്റെ പരിഗണന. അപ്പോൾ ഇദ്ല് എന്ന് പറഞ്ഞാൽ സാധാരണ അറബികൾ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ വാഹനത്തിൻ്റെ അഥവാ കുതിരയുടെ, ഒട്ടകത്തിൻ്റെ, കഴുതയുടെ ഒക്കെ പുറത്ത് ഭാണ്ഡങ്ങൾ തൂക്കിയിടും. ആ ഭാണ്ഡങ്ങൾ 2 ഭാഗത്തേക്ക് 2 ഭാണ്ഡങ്ങളായിട്ടാണ് തൂക്കിയിടുക. അത് രണ്ടും ഒരേ തൂക്കമായിരിക്കും. അതിനാണ് ഇദ്ല് എന്ന് പറയാം. അതിൻ്റെ ഒന്ന് തൂക്കം തെറ്റിയാൽ ഈ മൃഗത്തിന് യഥാർത്ഥ രൂപത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനാണ് ഇദ്ല് എന്ന് പറയാം. അപ്പോൾ അദ്ല് എന്ന് പറയുമ്പോൾ അതിൻ്റെ തേട്ടം ഒന്ന് തുല്യമായി കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ പറയും. രണ്ടാമത്തേത് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്, അല്ലെങ്കിൽ പരിഗണനയുടെ കാര്യത്തിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നതാണ് അദ്ല് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായിൽ ഇത് രണ്ടും, അദ്ലും ഖിസ്തും ഒന്നിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. വഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ, യതീമുകളുടെ അവകാശം പൂർണ്ണമായി നിർവഹിച്ചു കൊടുക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഫൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാ, നിങ്ങൾ അവരുടെ ഉമ്മമാരെ വിവാഹം കഴിക്കുക, അവരുടെ സ്ത്രീകളെ വിവാഹം കഴിക്കുക. 3, 4, 2, 3, 4 വെച്ച് നിങ്ങൾ വിവാഹം കഴിച്ചു കൊള്ളുക. എന്നിട്ട് ഫൈൻ ഖിഫ്തും അല്ലാത്ത അതിലോ, പക്ഷെ വിവാഹം 2 വിവാഹം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ 3 വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളിൽ ഇവർ 2 പേരും അല്ലെങ്കിൽ ഇവർ 3 പേരും ഒരുപോലെയായിരിക്കണം. വഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ, അതിന് നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ നിങ്ങൾ ഒന്നാണ് കഴിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് സൂറത്ത് നിസായിലെ 3-ാമത്തെ വചനമാണ്. ഇതാണ് അദ്ലും ഖിസ്തും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻ തബറൂഹു വതുഖ്സിതു ഇലൈഹിം, നിങ്ങൾ അവർക്ക് ബിർറ് ചെയ്യുന്നത് കുഴപ്പമില്ല, അതുപോലെ തന്നെ നിങ്ങൾ അവരോട് ഖിസ്ത് ചെയ്യുന്നതിലും കുഴപ്പമില്ല. അപ്പോൾ അത്തരം സംഗതികളൊന്നും വിലക്കപ്പെട്ടതല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദ എന്ന് പറയുന്നത് മറ്റൊരു പശ്ചാത്തലത്തിലാണ്, അത് മറ്റൊരു വിഭാഗത്തെക്കുറിച്ചാണ്, അത് അടുത്ത ആയത്തിൽ പരാമർശിക്കപ്പെട്ട ആളുകളാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, ഇതാണ് അതിൻ്റെ തെരിയിൽ വാൽ കഷ്ണം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഖ്സിതീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ നേരത്തെ അൻ തബറൂഹും വ തുഖ്സിതു ഇലൈഹിം, അവിടെ ബിർറ് പറയുന്നുണ്ട്, ഖിസ്ത് പറയുന്നുണ്ട്. പക്ഷേ തെദീൽ വന്നപ്പോൾ, വാൽ കഷ്ണം വന്നപ്പോൾ അള്ളാഹു ഖിസ്ത് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാനുള്ള കാരണം ഖിസ്ത് എന്ന് പറയുന്നത് ബിർറിനേക്കാൾ കുറച്ച് താഴെയാണ്. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഖിസ്തെങ്കിലും ചെയ്യണം. ബിർറ് എന്ന് പറയുന്നത് എല്ലാവർക്കും എത്തുവാൻ പറ്റുന്ന ഒരു ദറജയല്ല, ഒരു പദവിയല്ല എന്ന് പറഞ്ഞാൽ അതിന് മാത്രം പുണ്യം ചെയ്യുക അല്ലെങ്കിൽ അതിന് മാത്രം നന്മകൾ ചെയ്യുക എന്ന് പറയുക. അപ്പോൾ അത് എല്ലാവർക്കും എത്തുന്നതല്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് ബിർറിൽ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഖിസ്തിലെങ്കിലും എത്തണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിസ്ത് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യന്റെ സ്വപ്നം, വിശ്വാസിയുടെ സ്വപ്നം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഹുബ്ബാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തത്വഹിരീൻ, നമ്മളുടെയൊക്കെ ആഗ്രഹം അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഇഷ്ടം വെച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ വിശ്വാസികളെ പ്രലോഭിപ്പിക്കുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അപ്പോൾ അവിശ്വാസികളോട് അല്ലെങ്കിൽ ഇതര മതസ്ഥരോട് സ്വീകരിക്കേണ്ട സമീപനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അവർ നമ്മോട് സ്വീകരിക്കുന്ന സമീപനവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലെ 15-ാമത്തെ ആയത്തിൽ മാതാപിതാക്കളുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വ ഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ, നിങ്ങളുടെ മാതാപിതാക്കൾ ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവർ നിങ്ങളെ നിർബന്ധിക്കുകയാണ്, നിങ്ങളെ ശിർക്ക് ചെയ്യുവാൻ നിർബന്ധിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഫലാ തുതിഉഹുമാ, അവരെ അനുസരിക്കരുത്, അവരെ നിങ്ങൾ ആ സന്ദർഭത്തിൽ അനുസരിക്കരുത്. വ സ്വാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ നിങ്ങൾ അവരെ അനുസരിക്കരുത്, പക്ഷെ അവരോട് നിങ്ങൾ ചേർന്ന് ജീവിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് സഹകരണത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. നിസ്സഹകരണം എവിടെയാണ്? അപ്പോൾ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദ എന്ന് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ. പക്ഷെ മറ്റൊരു വിഭാഗമുണ്ട്, അവരുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളെ തടയുന്നു, നിങ്ങൾ അവരോട് സഹകരിക്കാനേ പാടില്ല. അതാരാണ്? ഇന്നമ എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്താണ്, അവർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടൊന്നും പിന്നെ ഈ സമീപനം സ്വീകരിക്കരുത്. ആരോടാണ് സമീപനം സ്വീകരിക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തടയുന്നത് അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ, ദീനിൻ്റെ പേരിൽ നിങ്ങളെ ഇങ്ങോട്ട് കയറി ആക്രമിച്ച ആളുകളാണ്. അവരോട് നിങ്ങൾ സഹകരിക്കരുത്, അവരോട് നിങ്ങൾ വലാഹ് നിങ്ങൾ ഒരിക്കലും കാണിക്കരുത്. അവരോട് നിങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം എന്ന് പറയുന്നത് ബറാ ആണ്. അപ്പോൾ അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി എന്നുള്ളതാണ് ഒന്നാമത്തേത്. പിന്നെ അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വ അഖ്റജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന്, നിങ്ങളുടെ നാടുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ, അതാണ് വ അഖ്റജൂകും മിൻ ദിയാരിക്കും എന്ന് പറയുന്നത്. അള്ളാഹു വിലക്കുന്നത് അനില്ലദീന ഖാതലൂകും ഫിദ്ദീന്, നമ്മോട് അല്ലെങ്കിൽ വിശ്വാസികളോട് ദീനിൻ്റെ പേരിൽ യുദ്ധം തുടങ്ങി വച്ചിട്ടുള്ള ആളുകൾ. അതുപോലെ വ അഖ്റജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന്, നിങ്ങളുടെ പ്രിയപ്പെട്ട നാടുകളിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ വല്ലാഹറു അലാ ഇഖ്റാജിക്കും, നിങ്ങളെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് സഹകരിച്ചിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവരെ ഏറ്റെടുക്കരുത്, അല്ലെങ്കിൽ അവരോട് ഒരിക്കലും വലാ കാണിക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലെ ഓർഡർ ആദ്യം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. അതിൽ ആദ്യം അള്ളാഹു ഖിതാൽ, യുദ്ധം ചെയ്യുക എന്നാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല
ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത്തേത് പുറത്താക്കുന്നതിന് വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മൂന്നും ഒരേ കാറ്റഗറി ഉള്ളതല്ല. ആദ്യം പറയുന്നത് ഏറ്റവും ഗുരുതരമായതാണ്, ഒരാളെ വധിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാളോട് ഒരു സംഘത്തോട് യുദ്ധത്തിലേർപ്പെടുക എന്ന് പറയുന്നത് വളരെ ഭീകരമായ കുറ്റമാണ്. അതിനേക്കാൾ കുറച്ച് കുറഞ്ഞതാണ് നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത്. അതിനേക്കാൾ കുറച്ച് കുറഞ്ഞതാണ് ആ പുറത്താക്കുവാൻ വേണ്ടി സഹായിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ ഗൗരവം അനുസരിച്ച് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തേത്. അതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ സത്യനിഷേധികൾ എപ്പോഴാണ് നമ്മുടെ വലായിൽ നിന്ന് പുറത്തു കടക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് അവർ ബറാഇന് വിധേയമാകുന്നത് എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ഇത് മൂന്നും ചെയ്യണം എന്നൊന്നുമില്ല. യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ മതി, അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കിയാൽ മതി. അപ്പോൾ അവരൊക്കെയും യഥാർത്ഥത്തിൽ അവരുടെ വെറുപ്പ് ശത്രുതയായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ 3 പരാമർശങ്ങൾ നടത്തിയിട്ട് വ അഖ്റജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നു, അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വ അഖ്റജൂകും മിൻ ദിയാരിക്കും വ ളാഹറു അലാ ഇഖ്റാജിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ എന്നിട്ട് യൻഹാക്കുമുള്ള ഇന്നമാ യൻഹാക്കുമുല്ലാഹു എന്ന് പറഞ്ഞത് അൻ തവല്ലൗഹും, അവരെ നിങ്ങൾ ഏറ്റെടുക്കരുത്. തവല്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ വലാവുമായി ബന്ധപ്പെട്ട പദമാണ്, അവരെ ഏറ്റെടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അവരെ ഏറ്റെടുക്കരുത്, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്തു കൊടുക്കരുത്, അവരെ നിങ്ങൾ ഒരിക്കലും ചേർത്ത് പിടിക്കരുത്. അപ്പോൾ ഇത് വളരെ ശക്തമായ ഭാഷയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ എതിർക്കുന്നത്. ഇത് തന്നെയാണ് നേരത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദ, നിങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് വരെ എന്ന് പരാമർശിച്ചതും ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ 2 ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ആകമാനം വലാഇൻ്റെയും ബറാഇൻ്റെയും മാനദണ്ഡം, ഒന്നാമത്തെ ആയത്ത് വലാ ആണ്, രണ്ടാമത്തെ ആയത്ത് ബറാ ആണ്, അതിൻ്റെ മാനദണ്ഡങ്ങൾ കൃത്യമായി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് അമുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത വിഭാഗം എല്ലാവരെയും ഒരൊറ്റ ചാണിൽ ഒരൊറ്റ അളവ് കോലിൽ നമ്മൾ കണക്കാക്കേണ്ടതല്ല, വിലയിരുത്തേണ്ടതല്ല. നേരെ മറിച്ച് അതിൽ ഈ പറയുന്ന 2 വിഭാഗവും ഉണ്ടായിരിക്കും. അതിനനുസരിച്ചാണ് അവരോട് സമീപനം സ്വീകരിക്കേണ്ടത് എന്നാണ് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഒമയ്യതവല്ലഹും എന്ന് പറഞ്ഞാൽ വിശ്വാസികളിൽ നിന്ന് ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിനോട് ശത്രുത കാണിക്കുന്ന, വിശ്വാസികളോട് യുദ്ധം ചെയ്യുന്ന, അവരെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ പുറത്താക്കുവാൻ സഹായിക്കുകയോ ചെയ്യുന്ന ആരെയെങ്കിലും ഏറ്റെടുക്കുകയാണ് എങ്കിൽ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ് എങ്കിൽ ഫഉലായിക ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ളാലിമുകൾ എന്നാണ് അള്ളാഹു പറയുന്നത്. അവിടെ ഫഉലായിക ഹും എന്ന് പറയുവാനുള്ള കാരണം അവർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകളെ ഏറ്റെടുക്കുക എന്നുള്ളത് അത്രമാത്രം ഗുരുതരമായ വിഷയമാണ് എന്ന് സൂചിപ്പിക്കാനാണ്. ശേഷം ളാലിമ് എന്നുള്ള പദമാണ്. ലുൽമ് എന്നുള്ള പദം ശരിക്ക് അക്രമത്തെ കുറിക്കുന്ന പദമാണ്. വിശുദ്ധ ഖുർആന് ഷിർക്കിലേക്ക് ചേർത്തുകൊണ്ടാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത്. പാകമാവാത്ത പ്രവൃത്തി എന്നാണ് ഭാഷയിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഉലായിക ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ളാലിമുകൾ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളെ ചേർത്ത് പിടിച്ചവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.